ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ന്യൂസാണ് അഖിൽ NRD, യൂട്യൂബർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, എങ്ങനെ ഒട്ടനവധി സിനിമാ നടൻ, അങ്ങനെ ഒട്ടനവധി നടകളിൽ ഫേമസ് ആയ അഖിൽ NRDയുടെ വൈഫ് മേഘ ഒളിച്ചോടി എന്നുള്ള വിവരമാണ്. 2024 നവംബർ 25-നാണ് അഖിലും മേഘയും വിവാഹിതരായത്. അതായത് 2.5-3 വർഷത്തോളം കാത്തിരുന്നതിന് ശേഷമാണ് അഖിൽ മേഘയും തമ്മിലുള്ള കല്യാണം നടന്നത്. എന്നിട്ടും അവരുടെ ജീവിതത്തിൽ നിന്ന് ഈ മേഘ ഒളിച്ചോടാൻ കാരണം എന്താണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തിരക്കുന്ന ഒരു ചോദ്യം. നേവി ജോലി ഉപേക്ഷിച്ച് യൂട്യൂബ് വീഡിയോയുടെയും ലൈഫ് സ്റ്റൈൽ കണ്ടന്റിൻ്റെ കുടുംബവിശേഷങ്ങളുടെ ശ്രദ്ധ നേടിയ അഖിൽ പിന്നീട് സിനിമയിലേക്കും തൻ്റെ സാന്നിധ്യം അറിയിച്ചൊരു വ്യക്തിയാണ്. സാധാരണക്കാരൻ ഒരാളിൽ നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ സ്വന്തം ഇടം കണ്ടെത്തി സിനിമയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് അഖിൽ വളർന്ന് വലിയ ശ്രദ്ധേയമായൊരു ജീവിത കഥ തന്നെയാണ്. കല്യാണത്തിന് ശേഷം ഇവർ രണ്ടുപേരും ഇട്ട വീഡിയോസും റീലും എല്ലാം ഭയങ്കര വൈറലായിരുന്നു. ഇതിൻ്റെ ഇടയിലാണ് മേഘ ഒരു ക്ലീനിങ് ജോലിക്കാരനുമായി ബസ്സിലെ അനൂപ് എന്ന ജീവനക്കാരനുമായി ഒളിച്ചോടി എന്നുള്ള വാർത്ത, അതായത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത്. ആ വീഡിയോ വൈറലാണ്. വീട്ടിലിടുന്ന ഡ്രസ്സും കയ്യിൽ 2 ബാഗും പിടിച്ചാണ് മേഘ ഒളിച്ചോടിയത്. പോകുന്ന വഴിക്ക് തന്നെ അവൾ അനൂപ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം വീഡിയോയിൽ നന്നായിട്ട് കാണാൻ സാധിക്കും. എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്, എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അഖിലിന് പല സ്ത്രീകളുമായി അവിഹിത ബന്ധമുണ്ടെന്നുള്ള വാർത്തയും ഇതിലൂടെ പരക്കുന്നുണ്ട്. സത്യമാണോ നുണയാണോ ഒന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഈ രാത്രി 10:30 ആരും അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അത് ശരിയായ നടപടിയാണോ എന്ന് സോഷ്യൽ മീഡിയ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നേരിട്ട് ഡൈവോഴ്സിന് എഴുതി പോകുകയല്ലേ വേണ്ടത്. എന്തിനാണ് ഇങ്ങനെ ഒരാളുടെ കൂടെ എന്തായാലും സാമ്പത്തികമല്ല പ്രശ്നം എന്നുള്ള കാര്യം ഉറപ്പാണ്. സാമ്പത്തികം വളരെ കുറഞ്ഞ ഒരാളുടെ പോകുന്നെങ്കിൽ വേറെ എന്തോ കാരണം തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അടുത്തിടെയാണ് മഹാരാജ ഹോസ്റ്റൽ എന്നൊരു പുതിയ സിനിമ നായകനായിട്ട് അഖിലിൻ്റെ നായക വേഷത്തിൽ ഇറങ്ങിയത്. സിനിമ അത്ര വിജയിച്ചില്ല. അതിൻ്റെ സങ്കടത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു അടിയും കൂടെയും കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നതാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. എന്നതിൽ തന്നെ നമുക്ക് കാത്തിരിക്കാം എന്താണ് ഇതിൻ്റെ കാരണങ്ങളെന്നും. മേഘയെ കാണാനില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഒടുവിൽ കിട്ടിയ അറിവ്. എന്നിട്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന്. വരും ദിവസങ്ങളിൽ ഇതിന് ഉത്തരം കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ, ബൈ.